സമയമാവുമ്പോൾ അവർ വന്നോളും. രവീന്ദ്രൻ സമാധാനിപ്പിച്ചു. നമുക്കൊരു കുഴപ്പവും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ടും ഗീതയ്ക്ക് സങ്കടം അടങ്ങുന്നില്ല. ഇത് എന്നും ഉള്ളതാണ്, സമാധാനിപ്പിച്ചു. രവി മടുത്തു. അയാൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. ഷെൽഫിൽ നിന്ന് ഒരു ബോട്ടിൽ വിസ്കി എടുത്ത് വായിലേക്ക് കമഴ്ത്തി. അത് കണ്ടതും ഗീത പൊട്ടിക്കരഞ്ഞു. നിങ്ങൾക്ക് ഇത് കൊണ്ടെങ്കിലും സങ്കടം മറക്കാം. ഞാനെന്താ ചെയ്യേണ്ടത്? അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് സഹിക്കാൻ കഴിയാതെ രവി ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇത് വലിയ വീട്ടിൽ രാമചന്ദ്രൻ, മകൻ രവീന്ദ്രൻ. രാമചന്ദ്രൻ ജീവിച്ചിരിപ്പില്ല. രവീന്ദ്രൻ്റെ അമ്മ പത്മാവതി ഒരു സാധു സ്ത്രീ. ആർക്കും ഒരു ദ്രോഹവും പറയാതെ വീട്ടിലിരിക്കുന്നു. പത്മാവതിയുടെ ആങ്ങള സേതുവിൻ്റെ മകളാണ് ഗീത. ഇവരുടെ വിവാഹം ചെറുപ്പത്തിലേ ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം കൗമാരം തൊട്ട് പ്രണയിച്ചതാണിവർ. ഗീത സങ്കടപ്പെടുന്നത് രവിക്ക് ഇഷ്ടമില്ല. അവൾ എന്തു പറഞ്ഞാലും രവി അത് സാധിച്ചു കൊടുക്കും. രവി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നു. ഗീതയ്ക്ക് ജോലിയൊന്നുമില്ല. രവീന്ദ്രന് 35 വയസ്സുണ്ട്. ഗീതയ്ക്ക് 32 വയസ്സും ആയി. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞു ജനിച്ചിട്ടില്ല. അതിൻ്റെ സങ്കടം രണ്ടു പേർക്കുമുണ്ട്. രവീന്ദ്രൻ റൂമിലേക്ക് വന്നു. ഗീതയുടെ കരച്ചിൽ ശമിച്ചിരുന്നു. രവിയേട്ടൻ ഉറങ്ങിക്കോ? രാവിലെ ഓഫീസിൽ പോകണ്ടേ? ഗീത ചോദിച്ചു. അവൻ മൂളിക്കൊണ്ട് കട്ടിലിൽ കയറി കിടന്നു. ശേഷം ഗീതയെ ചേർത്ത് പിടിച്ചു. കണ്ണടച്ചു. വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാതെ പിറ്റേന്ന് രവി ഓഫീസിൽ പോയി. പിറ്റേന്ന് തന്നെ രാമു വന്ന് തെങ്ങിൽ കയറി വിളഞ്ഞ തേങ്ങയെല്ലാം വെട്ടിയിട്ടു. 2 ദിവസം കൊണ്ട് കവുങ്ങിൽ കയറി അടയ്ക്കയും താഴ്ത്തിയിട്ടു. പിന്നീട് പാറുവിന് കുറച്ച് ദിവസം അതിൻ്റെ തിരക്കായിരുന്നു. ചെറിയ ചെറിയ സഹായങ്ങൾ അരിയും ചെയ്തു കൊടുത്തു. പാകമായ വാഴക്കുലകൾ രാമുവിനെ കൊണ്ട് വെട്ടിച്ചു. ഒരു നേന്ത്രക്കുല രാമുവിനും കൊടുത്തു. കുറച്ച് വിറ്റു. ബാക്കി സ്റ്റോർ റൂമിൽ തൂക്കിയിട്ടു. ഒരു ദിവസം രവി ജോലി കഴിഞ്ഞു വരുമ്പോൾ ഗീത കിടക്കുകയായിരുന്നു. രവി ടെൻഷനോടെ അവളുടെ അരികിലേക്ക് പോയി. എന്താ ഗീത, എന്തു പറ്റി? അവൻ ആദിയോടെ ചോദിച്ചു. വയറുവേദനയാ. അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു. തല കുനിച്ചു. അത് കേട്ടതും രവിക്ക് സങ്കടമായി. ഈ പ്രാവശ്യവും അവൻ പകുതിയിൽ നിർത്തി. ഇല്ല ഏട്ടാ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രവിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നമുക്കൊന്നുകൂടി ഡോക്ടറെ കണ്ടാലോ? അവൾ ചോദിച്ചു. എന്നിട്ടെന്തിനാ? എന്നും പറയുന്ന മറുപടി തന്നെ ഇപ്പോഴും പറയും. രവി പറഞ്ഞു. എന്നെ ഒഴിവാക്കി വേറെ വിവാഹം കഴിച്ചോ രവിയേട്ടാ? ഗീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ കാര്യം ഇനി മിണ്ടരുത്. രവി ദേഷ്യപ്പെട്ടു. എനിക്ക് നീയില്ലാതെ കഴിയില്ല. അതറിയില്ലേ നിനക്ക്? എനിക്കും രവിയേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. രവി പറഞ്ഞു. അത് വേണ്ട. എനിക്ക് രവിയേട്ടൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞു മതി. അവൾ വാശി പിടിച്ചു. പക്ഷെ എങ്ങനെ? രവി കൈമലർത്തി. രവി ഡോക്ടർ പറഞ്ഞത് ഓർത്തു. ബ്ലഡ് റിലേഷനായ ദമ്പതികൾക്ക് കുഞ്ഞു പിറക്കാൻ കാലതാമസം ഉണ്ടാവാറുണ്ട്. അത് പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ കുഞ്ഞു ജനിച്ചാൽ ഓട്ടിസമോ അംഗവൈകല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഉണ്ടാകാം. അപൂർവമായി ഒരു കുഴപ്പവും ഇല്ലാതെയും കുഞ്ഞ് ജനിക്കാറുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. രവി ഓർത്തുകൊണ്ട് നിസ്സഹായതയോടെ നെറ്റിയിൽ കൈവച്ചു. രവിയേട്ടൻ വേറെ വിവാഹം കഴിക്ക് പ്ലീസ്. എത്രയും വേഗം എനിക്കൊരു കുഞ്ഞിനെ താ. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഏട്ടാ. അവൾ ഗീത പൊട്ടിക്കരഞ്ഞുകൊണ്ട് രവിയുടെ നെഞ്ചിൽ തലമുട്ടിച്ചു. നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല ഞാൻ. ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട. രവിയുടെ മുഖം ഇരുണ്ടു. അവൾ രവിയുടെ മുഖം കയ്യിലെടുത്തു. എന്നെ ഡിവോഴ്സ് ചെയ്യണ്ട. ഞാനിവിടെ നിന്നോളാം. ഞാൻ എങ്ങോട്ടും പോവില്ല. പക്ഷേ ഏട്ടൻ വേറെ വിവാഹം കഴിക്കണം. അവൾ വാശി പിടിച്ചു. ഇതൊന്നും നടക്കില്ല. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ? വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും നിൻ്റെ മുന്നിൽ? എനിക്ക് കഴിയില്ല. അത് പോട്ടെ, ആ പെണ്ണിനോട് എന്ത് പറയും? ഇങ്ങനെ ഒരു കല്യാണത്തിന് ആ പെണ്ണ് സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ ശരിയാക്കാം. നിങ്ങളൊന്ന് സമ്മതിക്ക്. അല്ലെങ്കിൽ ഞാൻ മരിക്കും. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ. എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണം. അത് ഞാൻ ഉറപ്പിച്ചതാ. ഗീത പറഞ്ഞു. രവീന്ദ്രൻ തല കുടഞ്ഞു. എനിക്ക് കഴിയില്ല വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും. രവി തറപ്പിച്ചു പറഞ്ഞു. അതിന് സ്നേഹിക്കേണ്ട. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കാം. ഗീത പറഞ്ഞു. രവി ഞെട്ടലോടെ ഗീതയെ നോക്കി. ഡിവോഴ്സ് ചെയ്യാമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഗീത വ്യക്തമാക്കി. ഡിവോഴ്സ് ചെയ്യുമ്പോൾ ആ പെണ്ണ് കുഞ്ഞിനെ തരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ പെണ്ണ് കൂടെ കൊണ്ടുപോയാലോ?
പോട്ടെ, ആ സ്ത്രീയിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? രവി ചോദിച്ചു. ഉറപ്പുണ്ട്. കാരണം നമ്മൾ 2 പേർക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, അവൾ വാദിച്ചു. എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് കഴിയില്ല. രവി തിരിഞ്ഞു നടന്നു. എന്നാ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. പറഞ്ഞുകൊണ്ട് ഗീത അലമാര തുറന്ന് ഒരു സാരി വലിച്ചെടുത്തു. രവി അത് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. രവിയേട്ടൻ ഓഫീസിൽ പോയാൽ ഞാൻ മരിക്കും, ഉറപ്പാ, ഗീത വാശിയോടെ പറഞ്ഞു. രവി ശരിക്കും മടുത്തു പോയിരുന്നു. എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ സമ്മതിക്കാം. രവി തല കുടഞ്ഞു. ഗീതയ്ക്ക് സന്തോഷമായി. അവൾ മാട്രിമോണിയൽ കോളം അരിച്ചു പെറുക്കി. ബ്രോക്കറെയും ഏൽപ്പിച്ചു. 2 ഡിമാൻഡേ ഉള്ളൂ. പെണ്ണിന് ആദ്യ വിവാഹം ആയിരിക്കണം. രവിയുടെ പ്രായം പറയാനും പറ്റില്ല. ഹരി വിയർത്ത് കുളിച്ചു താഴേക്കിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് പാറു വരുന്നത്. എന്താ അച്ഛാ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഹരി മെല്ലെ പറഞ്ഞു. വെയിലത്ത് ഉണക്കാനിട്ട കൊപ്ര വാരി പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ചതാണ് ഹരി. ഇടയ്ക്ക് ഒരു ക്ഷീണം പോലെ തോന്നിയിരുന്നു. ഹരി അത് കാര്യമാക്കിയില്ല. അപ്പോഴേക്കും ഹരി വിയർത്തിരുന്നു. പാറു വേഗം ഒരു ഓട്ടോ പിടിച്ച് അച്ഛനെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹരിയെ വേഗം തന്നെ ICUവിലേക്ക് മാറ്റിയിരുന്നു. പാറു ഒറ്റയ്ക്ക് ICUവിൻ്റെ അടഞ്ഞ ഡോറിന് മുന്നിൽ പകച്ചു നിന്നു. തൻ്റെ അച്ഛൻ, ഈശ്വരാ, എൻ്റെ അച്ഛന് കുഴപ്പമൊന്നും സംഭവിക്കരുതേ, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ, അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. 3-4 മണിക്കൂറിന് ശേഷം ഡോക്ടർ പുറത്തു വന്നു. കുഴപ്പമൊന്നുമില്ല, BP കൂടിയതാ, ഇപ്പോൾ ആൾ ഓക്കെയാണ്, അച്ഛനെ കണ്ടോളൂ, ഡോക്ടർ പറഞ്ഞു. അവൾ ഹരിയുടെ അടുത്തേക്ക് പോയി. അയാൾ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അയാളുടെ കണ്ണു നിറഞ്ഞു. അച്ഛൻ എന്തിനാ കരയുന്നത്? BP കൂടിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല, അവൾ ഹരിയെ സമാധാനിപ്പിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോൾക്ക് ആരാ ഉള്ളത്? അതാലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല മോളെ. എനിക്ക് എത്രയും വേഗം നിൻ്റെ വിവാഹം നടത്തണം. ആ ബ്രോക്കറോട് വരാൻ പറയൂ, എൻ്റെ ഫോണിൽ ഉണ്ടാവും അയാളുടെ നമ്പർ, ഹരി പറഞ്ഞു. അച്ഛാ, ഇത് ഹോസ്പിറ്റൽ ആണ്, വീട്ടിലെത്തിയിട്ട് പോരെ? പോരാ, ഹരി വാശി പിടിച്ചു. ഇതേ സമയം മൂന്നാമതൊരിടത്ത്. ആദി, എപ്പോഴാ ഉദ്ഘാടനം? ആകാശ് ചോദിച്ചു. 10 മണിക്കാണ്, ഇപ്പോൾ 8 മണിയായി, കുറച്ച് തയ്യാറെടുപ്പ് കൂടി ഉണ്ട് അവിടെ. ഓരോ കാര്യങ്ങൾക്ക് ഓടി നടക്കുകയായിരുന്ന ആദിത്യൻ പറഞ്ഞു. ആദിത്യൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്.